ഗീതാ ഗോവിന്ദത്തിൻ്റെ തന്നെ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റോറി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒത്തിരി വലിച്ചു നീട്ടാതെയുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അത് കാണുക, ഇത് കാണാൻ താല്പര്യമുള്ളവർ ഇത് കാണുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഒരു വട്ടം പറഞ്ഞ കഥ തന്നെ വീണ്ടും എന്തിനാ ആവർത്തിച്ചിടുന്നതെന്ന്. ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ലെങ്ത് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അത് കാണട്ടെ, ചെറിയ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സ്റ്റോറി മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളവർക്ക് ചിലർ വിചാരിക്കും കഥ മാത്രം കേട്ടാൽ മതി, എന്തിനാ കൂടുതൽ ഇങ്ങനെ ഇടന്ന് വള പറയുന്നത്, എന്തിനാ കേൾക്കുന്നതെന്ന് ചിലരെങ്കിലും വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത്. ലെങ്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ലെങ്ത് വീഡിയോ മാറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ നിർത്തിപ്പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ എന്തിനാ ഇങ്ങനെ ഒരു വട്ടം കണ്ട വീഡിയോ വീണ്ടും ഇടുന്നത്, ഒന്ന് നിർത്തിപ്പൊയ്ക്കൂടെ എന്ന്. അതെ, എൻ്റെ ചാനൽ ഞാൻ നിർത്തിപ്പോണോ വേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളല്ല 10 പേര് പറഞ്ഞാൽ നിർത്തിപ്പോവാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. ആർക്കും ദോഷമുള്ള ഒരു കാര്യവും ഈ വീഡിയോയിലൂടെ എങ്ങും ചെയ്യുന്നില്ല. ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലെ നമ്മുടെ റിവ്യൂ കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ ഏത് കണ്ടിട്ടാണെങ്കിൽ പോലും അത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് കാണാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ റിവ്യൂ പോയി കാണൂ. ഒത്തിരി ആളുകൾ റിവ്യൂ ചെയ്തിടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് വേണേലും പോയി കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക നിങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈവസിയാണ്, എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവരും മാത്രം കയറി കാണട്ടെ. പിന്നീട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചെയ്യുന്നവരുടെയൊക്കെ പേര് ഞാൻ പറയാമോ എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലക്ഷക്കണക്കിന് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ലൈക്ക് ചെയ്യുന്നവരുടെ പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെ പറയൂ അങ്ങനെ? എന്തായാലും എനിക്കതിന് ഒട്ടും സമയമില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് ആരും ലൈക്ക് ചെയ്യാൻ വരണ്ട. ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നവരുടെ പേരൊക്കെ ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അതെന്തൊരു ലോജിക്കില്ലാത്ത വർത്താനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ഉദ്ദേശിച്ചിട്ട് വരണ്ട, അതാ നല്ലത്. അങ്ങനെയുള്ളൊരു ലൈക്ക് ചെയ്യണ്ട, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും പറയുകയാണ്. ഇതിങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഗീതാ ഗോവിന്ദത്തിൻ്റെ ലെങ്ത് വീഡിയോ കാണാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത്. അത് ലെങ്ത് കാണാൻ ഇഷ്ടമുള്ളവർ അതിൽ പോയി കാണട്ടെ. ചെറുത് സ്റ്റോറി മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടോ സമയമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ വീട്ടമ്മ തന്നെയാണ്. എനിക്കും എൻ്റേതായിട്ടുള്ള വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. മക്കൾ, ഭർത്താവ്, അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാം എനിക്കുമുണ്ട്. അതൊന്നും ഇല്ലാത്ത ആളല്ല ഞാൻ. ഒരുപാട് ജോലികളും കാര്യങ്ങളും എല്ലാം എനിക്കുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാന മാർഗം മാത്രമല്ല, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. അപ്പോൾ അത് എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. ഞാനിങ്ങനെ ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ലെങ്ത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഷോർട്സ് കാണാൻ ഇഷ്ടമുള്ളൊരു ഷോർട്ട് വീഡിയോ കാണട്ടെ എന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ലല്ലോ ഇനി. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം പോരും, താല്പര്യമില്ലാത്തവരൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പൊയ്ക്കോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് പോവാം. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഗീതു ഇങ്ങനെ താഴേക്ക് വരികയാണ്. ഫോൺ വിളിച്ചിട്ട് താഴേക്ക് വിളിച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ വിലാസിനിയുടെ കോൾ വരികയാണ്. അങ്ങനെ നമ്മുടെ ഗീതു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അമ്മ മോളോട് പറയുകയാണ്, മോളെ വീഡിയോ കോളിൽ വരാൻ പറയുകയാണ്. അങ്ങനെ വീഡിയോ കോളിൽ വരികയാണ്. അങ്ങനെ വീഡിയോ കോളിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ വിലാസിനി പറയുകയാണ്, മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇപ്പോൾ രാത്രിയൊക്കെ ആയില്ലേ, അതുകൊണ്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അമ്മ വീഡിയോ കോളിൽ വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണം, അമ്മയ്ക്ക് എപ്പോൾ വേണേലും ഇവിടെ വരാമല്ലോ എന്ന് പറയണം. അതിനുശേഷം ഗീതു പറയണം, അമ്മ എപ്പോഴും ഇവിടെ വരികയാണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ അമ്മയും മോളും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിലാസിനിക്ക് നമ്മുടെ ഗീതുവിനെ കാണാനുള്ള ആ ഒരു കൊതി കൊണ്ടാണ്
ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ വിലാസിനി നേരെ പോവുകയാണ്. അതേസമയത്ത് പ്രിയമോളും വരുണല്ല വിനോദും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. വിനോദ് നമ്മുടെ പ്രിയമോളുടെ വയറ്റിൽ തലയൊക്കെ വെച്ച് കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വിലാസിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മരുമകൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് ചെല്ലുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുകയാണ് നമ്മുടെ പ്രിയയ്ക്ക്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, മുമ്പൊരിക്കൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞില്ലേ കുഞ്ഞ് ഉണങ്ങി കൊഞ്ചു പോലെ ആവുമെന്ന്. അത് എടി മോളെ ഞാൻ അത് വെറുതെ പറഞ്ഞതാണ് എന്നിങ്ങനെ വിലാസിനി പറയുകയാണ്. അമ്മയുടെ മുഖത്ത് എന്താ ഒരു വിഷമം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് നീ ഇനിയിപ്പോൾ ഉടനെ പോവില്ലേ പ്രിയെ, പൊങ്കാലയിട്ടല്ല നിൻ്റെ വളക്കാപ്പ് ചടങ്ങൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ പോവില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണെന്ന് പറയുകയാണ് നമ്മുടെ വിലാസിനി. അങ്ങനെ നമ്മുടെ വിനോദ് പറയുകയാണ്, ഇനി പ്രിയമോട് പോകുമ്പോൾ ഞാനും കൂടെ പോകും അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ വിലാസിനിക്ക് ആകെ വിഷമമൊക്കെ കാണുമ്പോൾ പ്രിയയും വിനോദും ചോദിക്കുകയാണ്, അമ്മയുടെ മുഖത്ത് എന്താ ഒരു ഭാവമാറ്റം, അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ വിലാസിനി പറയുകയാണ്, എനിക്കൊരു കുഴപ്പമില്ല മക്കളെ എന്നും പറഞ്ഞിട്ട് വിലാസിനി പോവുകയാണ്. നേരെ ഭദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഭദ്രന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരന് ടച്ചിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വിലാസിനി ഡ്രൈ ഫ്രൂട്ട്സും ഓംലെറ്റൊക്കെ അടിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭദ്രൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിലാസിനി ചോദിക്കുകയാണ്, ഭദ്രേട്ട ഞാൻ മരിച്ചു പോയാൽ ഭദ്രേട്ടനെ നോക്കാൻ ആരുണ്ട്, ഭദ്രേട്ടൻ വേറൊരു വിവാഹം കഴിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ചിന്ന വീട് സെറ്റപ്പ് മതി, ഇനിയിപ്പോൾ വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ലിവ് ഇൻ ടുഗദർ അല്ലേ ഇപ്പോൾ ഫാഷൻ, അത് നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വിലാസിനിക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അപ്പോൾ വിലാസിന് മനസ്സിൽ വിചാരിക്കണം, എന്തായാലും ഞാൻ ചാവും, ഇയാളെയും കൂടെ കൊന്നിട്ട് ചാവുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ നമ്മുടെ വിലാസിനി വിചാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം വിലാസിനി മാറിപ്പോയിരുന്ന് കരയുകയാണ്. വിലാസിനി വിചാരിക്കുകയാണ്, ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് പോലും എൻ്റെ ഭർത്താവ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹം അറിയാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ വിലാസിനി കരയുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അയ്യപ്പേട്ടൻ നമ്മുടെ ഗോവിന്ദനോട് രാത്രിയാണ് പറയുകയാണ്, ഗീതുവിനോട് ഇന്ന് പ്രണയം പറയണം, ഇന്നത്തെ ദിവസം തന്നെ പറയണം, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഗീതുവിനോട് എല്ലാം തുറന്നു പറയും, അതിനുശേഷം ഗീതു അത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തീർത്ഥാടനത്തിന് പോകുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയണതേ ഇനി തീർത്ഥാടനം മാത്രം വേണ്ടി പോകരുതെന്ന് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദിന് നമ്മുടെ അയ്യപ്പേട്ടനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഗോവിന്ദിനോട് പറയുകയാണ്, ഗീതുവിനെയും കൊണ്ട് അബ്ദുൽ ഖായുടെ കടയിൽ പോയിട്ട് രാത്രിയിൽ തട്ടുദോശയും പൊറോട്ടയും ഓംലെറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്ക്, ഇഷ്ടപ്പെട്ട ബീഫ് കറിയൊക്കെ വാങ്ങിച്ചു കൊടുക്ക്, എന്നിട്ട് അതിനുശേഷം റൊമാൻസ് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് അത് പ്ലാൻ ചെയ്യുകയാണ്, പറയാമെന്ന് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇത് നമ്മുടെ കാഞ്ചന പതുങ്ങിയിരുന്ന് കേട്ടിട്ട് നമ്മുടെ കാഞ്ചന നേരെ പോവുകയാണ് നമ്മുടെ രാധികാമ്മയോട് പറയാൻ. ആ സമയത്താണെങ്കിലുണ്ടല്ലോ രാധികാമ്മയും വരുണും കൂടി ചേർന്ന് ചില പദ്ധതികളൊക്കെ ഇടുകയാണ്. വരുണിനോട് രാധികാമ്മ പറയുകയാണ്, വരുൺ നിൻ്റെ മനസ്സിലുള്ള സംഭവങ്ങൾ, അതായത് നിനക്കിപ്പോൾ രേഖയോടുള്ള കാര്യങ്ങൾ ഒക്കെ നിനക്കറിയാമല്ലോ, അപ്പോൾ ഇനി നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വേണം, ഇനിയിപ്പോൾ നിങ്ങൾ വിരോധമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഗോവിന്ദ് ഇപ്പോൾ രേഖയുടെ പേരിലാണ് നിൻ്റെ സ്വത്തുകൾ കൂടി എഴുതി വെച്ചിരിക്കുന്നത്, അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നിനക്ക് അതിൻ്റെ ഇരട്ടി സ്വത്തുകൾ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വയ്ക്കും, അപ്പോൾ അതുവഴി ആ കുഞ്ഞു വഴി നിനക്ക് ആ സ്വത്തുകൾ ലഭിക്കും എന്നിങ്ങനെ രാധികാമ്മ മകന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബുദ്ധി ഉപദേശിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നിട്ട് ഗോവിന്ദും അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പേട്ടനും തമ്മിലുള്ള സംസാരമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അബ്ദുൽ ഖായുടെ കടയിൽ നിന്ന് പൊറോട്ടയും അതുപോലെ ബീഫ് കറിയും മേടിച്ചു കൊടുക്കും എന്നുള്ള സംഭവം പറയുമ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നത് ഗീതു ഗർഭിണി ആയതുകൊണ്ട് വ്യാക്കൂണിൻ്റെ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വരുൺ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ യാത്ര തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പറഞ്ഞു കൊടുക്കുകയാണ്, അതെന്താണെന്ന് അപ്പോൾ കാണിക്കുന്നില്ല. പിന്നീട് ഗോവിന്ദും ഗീതുവും കൂടി രാത്രിയിൽ യാത്ര പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരവരുടെ പ്രണയമൊക്കെ തുറന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഗീതു പ്രണയം പറയാനല്ല വിചാരിക്കുന്നത്. പക്ഷേ ഗീതു മനസ്സിൽ വിചാരിക്കുന്നത്, ഗോവിന്ദിൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണമെന്നാണ്. പക്ഷേ ഗീതു വിചാരിക്കുന്നത് വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പം രഞ്ജു അവിടെ താമസിക്കുന്നത് കൊണ്ട് ഇപ്പം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രഞ്ജുവിനെ അറക്കിലേക്ക് മാറ്റുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഗീതു മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവർ പരസ്പരം തുറന്നു പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാഞ്ചന വരികയാണ്. കാഞ്ചന വന്നിട്ട് പറയാണ്, രാധിക മാമിക്ക് സുഖമില്ല, നെഞ്ചുവേദന എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദോടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഗീതുവിന് മനസ്സിലാവുകയാണ് ഇവരുടെ യാത്ര തടയാൻ വേണ്ടിയിട്ടുള്ള രാധിക അമ്മയുടെ അടവാണിതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗീതുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്.
രാധികാമ്മ കിടന്ന് നെഞ്ചിൽ പൊത്തിപ്പിടിച്ചിട്ട് കിടന്ന് കരയുകയാണ്, കട്ടിലിൽ കിടന്ന് കരയുകയാണ്. എന്നിട്ട് ഗോവിന്ദിനോട് പറയണം, മക്കളെ നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും ഇരുന്നാൽ മതി, എൻ്റെ അസുഖം മാറുമെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അമ്മ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, എല്ലാ മക്കളും കൂടി എൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ അസുഖത്തിന് ആശ്വാസമാവും എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു ശരിയാക്കി തരാം എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗീതാഗോവിന്ദം സീരിയലിലെ എപ്പിസോഡിലുള്ളത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു ലെങ്ത് വീഡിയോ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ്, ചിലപ്പോൾ 20 മിനിറ്റ്, ചിലപ്പോൾ 25 മിനിറ്റോളം നീണ്ടു പോകും. ഓക്കെ, അതേസമയം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 9-10 മിനിറ്റ് മാത്രമാണ് ഈ ഷോർട്ട് വീഡിയോ വരുന്നത്. അത്രയാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്കുള്ള സമയവും ലാഭിക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളെ മേൽക്ക് ഓരോ കുറ്റങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എന്തിനാ കുറ്റം പറയുന്നത്? ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ, കുറ്റം പറയാതിരുന്നൂടെ? ആരോടും ഒരു പിണക്കവും ഇല്ല. നിങ്ങളെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ചാനലിൽ കമൻ്റ് ഇടാതിരുന്ന ആളുകൾക്ക് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും വന്ന് ഇടാൻ തോന്നിയല്ലോ, അതിലൊരുപാട് നന്ദിയുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇട്ടല്ലോ, താങ്ക്സ്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടും പ്രൊമോ വീഡിയോ ആയിട്ടും ഇതുപോലെയുള്ള ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരും. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അത് ഞാൻ ഇട്ടിരിക്കും. പക്ഷേ അതിൽ ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ബൈ.